ഹായ്, ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ഈ ചാപ്റ്ററിന്റെ ആദ്യ എപ്പിസോഡിൽ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. ഈ വേരിയസ് ഫോംസിൽ 3 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ദ ആക്സസ്, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു. തീർച്ചയായും ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർത്ത് ടൈപ്പ് വേരിയസ് ഇക്വേഷൻസ് ഓഫ് എ ലൈനിൽ 4ാമത്തെ ടൈപ്പ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? പേരിൽ തന്നെയുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പും അതിൻ്റെ ഏതെങ്കിലും ഒരു ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്താം. ഇഫ് എം ഈസ് ദ സ്ലോപ്പ് ആൻഡ് സി ഈസ് ദ വൈ ഇന്റർസെപ്റ്റ്, വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് അതാണ് വൈ ഇന്റർസെപ്റ്റ്, then equation of the line is y equal to mx plus c. Very important type. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? If m is the slope and c is the y intercept, then equation of the line is y equal to mx plus c. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ആ ലെങ്ത് അതാണ് c എന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്ത് വരും? 0,c. അതായത് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കും? c ആയിട്ട് എടുക്കും. Okay, clear. So, which is slope y intercept form. Similarly, if d is the x-intercept and m is the slope, then equation of the line is y equal to m into x minus d. എന്താണ് ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ്? അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതാണ് d. അപ്പോൾ ആ പോയിന്റ് d,0. ഹിയർ d ഈസ് കോൾഡ് എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ഡിയും സ്ലോപ്പ് എമ്മും ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി അറിയണം. 5ാമത്തെ ടൈപ്പ് ഇന്റർസെപ്റ്റ് ഫോം. 2 ഇന്റർസെപ്റ്റുകൾ തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തും? ഇഫ് എ ഈസ് ദ എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് ബി ഈസ് ദ വൈ ഇന്റർസെപ്റ്റ്, ദെൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. Here A is called എന്താണ്? X intercept and B is called Y intercept. അല്ലേ? X ആക്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് a,0. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് a. ആ a ആണ് നമ്മൾ എന്ത് പറയുന്നത്? X intercept. അതുപോലെ Y ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 0,b. This distance B is called എന്താണ്? Y intercept. അപ്പോൾ X interceptഉം Y interceptഉം അറിയാമെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ x by a plus y by b equal to 1. Okay. Next 6ാമത്തെ ടൈപ്പ് normal form. Equation of the line is x cos omega plus y sin omega equal to p, where p is the perpendicular distance from origin to the line and omega is the angle made by the perpendicular with the positive direction of x-axis. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 2 ഡേറ്റ പിയും ഒമേഗയും തന്നിട്ടുണ്ടെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണേണ്ടത് ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി, വെയർ പി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് നമുക്ക് കാണേണ്ട ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. Then what is the angle omega? ഒമേഗ എന്ന് എഴുതുന്നത് നിർബന്ധമല്ല, തീറ്റ എന്നൊക്കെ കൊടുക്കാം. ടെക്സ്റ്റിൽ ഒമേഗ ആയതുകൊണ്ട് ഞാൻ ഒമേഗ എഴുതി എന്ന് മാത്രം. ഓക്കെ, ഡബ്ല്യു അല്ല ഒമേഗ എന്ന് വായിക്കുക. ഓക്കെ, സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഒമേഗ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ 3 ടൈപ്പിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഹൂസ് സ്ലോപ്പ് ഈസ് 1/2 and y intercept that is -3. We have to find equation of the line. എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ ദാറ്റ് ഈസ് m and y interceptന്റെ നൊട്ടേഷൻ എന്താണ്? c. So c equal to -3. We have to find equation of the line. We have equation of the line is എന്താണ് ഫോർമുല? y equal to mx plus c. കഴിഞ്ഞു. y equal to വാല്യൂസ് കൊടുക്കുക. m എന്ന് പറഞ്ഞാൽ 1/2x plus c എന്ന് പറഞ്ഞാൽ എന്താണ്? -3. വേണമെങ്കിൽ y equal to x/2 -3 എന്ന് എഴുതാം. Question. Find equation of the line intersecting x axis at a distance of 3 units left to the origin with the slope -2.
എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് എന്താണ്? -2 ആൻഡ് എന്താണ് തന്നിട്ടുള്ള കണ്ടീഷൻ? ദ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? 3 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഇവിടെ വരും അല്ലേ? ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ആ പോയിന്റ് എന്ത് വരും? -3,0. ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമുക്ക് പോയിന്റ് അറിയാം, സ്ലോപ്പും അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ലൈനിന്റെ ഇക്വേഷനിലെ ഇത് ആക്ച്വലി എക്സ് ഇന്റർസെപ്റ്റ് അല്ലേ? എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്, ആ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കും? -3. ദാറ്റ് മീൻസ് ഹിയർ d = -3. അതായത് സ്ലോപ്പും അറിയാം, എക്സ് ഇന്റർസെപ്റ്റും അറിയാം. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ y = m × x - d. ബ്രാക്കറ്റ് നിർബന്ധം. ദാറ്റ് ഈസ് y = m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് -2 × x - d എന്ന് പറഞ്ഞാൽ -3. മൈനസ് എന്താവും? +3 അല്ലെ? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -2x, അത് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ +2x. ഇവിടെ എന്തുണ്ട്? +y. അടുത്തത് -6, അതിപ്പുറത്ത് വരുമ്പോൾ +y = 0, വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചും ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഹൂസ് x intercept is 2 and y intercept is 3. x interceptum y interceptum തന്നിട്ടുണ്ട്. Then what is the equation of the line? നിങ്ങൾക്കറിയാം x interceptന്റെ നൊട്ടേഷൻ എന്താണ്? സ്മോൾ ലെറ്റർ a, and y interceptന്റെ നൊട്ടേഷൻ എന്താണ്? സ്മോൾ ലെറ്റർ b. Then equation of the line is എന്താണ് ഫോർമുല? x/a plus y/b = 1. Here x/a എന്ന് പറഞ്ഞാൽ 2 പ്ലസ് y/b എന്ന് പറഞ്ഞാൽ 3 = 1. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിനോമിനേറ്റർ 2 × 3, അവയുടെ പ്രോഡക്റ്റ് 6. ഈച്ച് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈങ് ബൈ 6. ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6/2 എന്ത് കിട്ടും? 3. സോ 3x പ്ലസ് ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6/3 ദാറ്റ് ഈസ് 2y = ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ? Question: find equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. അതിന്റെ എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും എന്താണ്? ഈക്വൽ. കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ് ഓൺ ദ ആക്സസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ഈക്വൽ. ദാറ്റ് ഈസ് ഗിവൺ a = b. എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇന്റർസെപ്റ്റ് ഫോമിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഇന്റർസെപ്റ്റ് ഫോം നമുക്ക് എഴുതാം. വി ഹാവ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് x/a plus y/b = 1. ഇവിടെ b യുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? a എന്ന വാല്യൂ കൊടുക്കുക. സോ x/a plus y/a = 1. a കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? a ക്യാൻസൽ ചെയ്താൽ x plus y = a എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഇവിടെ ആരുണ്ട്? എയുടെ വാല്യൂ കണ്ടാലേ ഇതിന്റെ ആൻസർ ആകത്തുള്ളൂ. അതിനു വേണ്ടി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് ഏത്? 2, 3. സിൻസ് 2, 3 ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ, ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ, എന്ത് ചെയ്യാം? ഈ പോയിന്റ് ഈ ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സിന്റെ പ്ലേസിൽ 2 കൊടുക്കാം, വൈയുടെ പ്ലേസിൽ 3 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 2 + 3 = a. ദാറ്റ് ഈസ് a = എന്ത് കിട്ടി? 5. Therefore equation number 1 implies, that is equation of the line is എന്താണ്? x plus y = 5. So find equation of a line whose perpendicular distance from origin to the line is 5 and the perpendicular line which makes 30 degree with the positive direction of x-axis. നമുക്ക് എന്താണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. എന്ത് തന്നിട്ടുണ്ട്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ അല്ലെ? ഈ ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? p എന്ന് പറയുന്നത്. ദെൻ ആ പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒമേഗ. ദാറ്റ് ഈസ് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. വാട്ട് ഈസ് ദ ഫോർമുല? നിങ്ങൾക്കറിയാം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് x cos omega plus y sin omega = p. ശരിയല്ലേ?
വെരി സിമ്പിൾ. വാല്യൂസ് കൊടുക്കുക. എക്സ് കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി പ്ലസ് വൈ സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു പി. പി ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ, ദാറ്റ് ഈസ് 5. നൗ അറിയണം കോസ് 30യുടെ വാല്യൂ. ട്രിഗണോമെട്രിക് വാല്യൂസ് മനസ്സിലുണ്ടായിരിക്കണം ഓൾവേസ്. സോ കോസ് 30യുടെ വാല്യൂ √3/2 പ്ലസ് വൈ ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ഈക്വൽ ടു 5. ഈച്ച് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 ക്യാൻസൽ, ദെൻ വി ഗെറ്റ് √3x പ്ലസ് ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 ക്യാൻസൽ, ദെൻ y ഈക്വൽ ടു ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യണം. പലരും മറന്നു പോകാറുണ്ട്, മറക്കാൻ പാടില്ല. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10, വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതുവരെ നമ്മൾ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തപ്പോൾ അവസാനം ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടി. അത് ഏത് ഫോമാറ്റിലായിരുന്നു? എക്സിന്റെ ടേം, വൈയുടെ ടേം, കോൺസ്റ്റന്റ് ടേം. അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. എക്സിന്റെ ടേം ഉണ്ടായിരിക്കും, വൈയുടെ ടേം ഉണ്ടായിരിക്കും, ദെൻ എന്താണ്? കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കും. സോ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ തന്നാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് സ്ലോപ്പ് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്കിൽ സ്ലോപ്പ് of the line equal to minus a by b minus coefficient of x divided by coefficient of y. ഇതെങ്ങനെ കിട്ടുമെന്ന് അറിയാമോ? വളരെ സിമ്പിൾ ആണ്. ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ച സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. അതായത് y ഈക്വൽ ടു എന്ന ഫോമിലാക്കുക. അപ്പോൾ ബി വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ഈ പ്ലസ് എ എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് എ എക്സ് പ്ലസ് സി അപ്പുറത്ത് വരുമ്പോൾ മൈനസ് സി. y കാണാൻ ഈച്ച് ടേമിനെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ എന്ത് വരും? ബി. നമുക്കറിയാം എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ദിസ് ഈസ് എം. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ത് കിട്ടി? മൈനസ് എ ബൈ ബി. അത് തൽക്കാലം അറിയണമെന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജനറൽ ഇക്വേഷൻ തന്നാൽ ഒറ്റ സ്റ്റെപ്പിൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് എ ബൈ ബി മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ? 3x മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. കണ്ണടച്ചുകൊണ്ട് തന്നെ പറയാം. സ്ലോപ്പ് ഈക്വൽ ടു എന്താണ്? മൈനസ് എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ബൈ ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യന്റ് -2. മൈനസ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 3/2. സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. കിട്ടും 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. Reduce the equation of the line into slope intercept form and hence find slope and y-intercept of the line 6x plus 3y minus 5 equal to 0. ഈ ലൈൻ ഇപ്പൊ ജനറൽ ഫോമിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഏതിലോട്ട് കൺവെർട്ട് ചെയ്യണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരണം എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇതിലോട്ട് കൺവെർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലോപ്പും എഴുതണം, y ഇന്റർസെപ്റ്റും എഴുതണം. സിമ്പിൾ. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനെ നമുക്ക് എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? ഈ ഫോമിലോട്ട്. y ഈക്വൽ ടു എന്നാക്കണം. അപ്പോൾ y ടേം മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിരിക്കുക. 3y ഈക്വൽ ടു പ്ലസ് 6x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 6x മൈനസ് 5 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 5. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 3. സോ y ഈക്വൽ ടു ഇവിടെ 3 പോയി, അടുത്ത് ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2x പ്ലസ് ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5/3. വെരി സിമ്പിൾ. വിച്ച് ഈസ് ദ ഫോം ഇൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നല്ലേ? കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം സ്ലോപ്പ് വെറും എം എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് -2 ആൻഡ് y ഇന്റർസെപ്റ്റ് ദാറ്റ് ഈസ് സി. എന്താണ് y ഇന്റർസെപ്റ്റ് ഹിയർ? എം എക്സ് പ്ലസ് സി. സി എന്ന് പറഞ്ഞാൽ 5/3. കിട്ടി, മാർക്ക് 2. വളരെ സിമ്പിൾ അല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ ഇക്വേഷൻ ഇൻടു ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് ഹെൻസ് find value of x-intercept and y-intercept. ഈ തന്നിട്ടുള്ള ലൈനിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ എന്താണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് മനസ്സിലേക്ക് വരണം. എന്താണ്? x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഈ ഫോമിലോട്ട് മാറ്റുക. എന്നിട്ട് എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും എഴുതുക. ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, ഇതാണ് ഏത്? y ഇന്റർസെപ്റ്റ്. അപ്പോൾ ഈ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കണം? 1. അതിനുവേണ്ടി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6x പ്ലസ് 3y ഈക്വൽ ടു -5 അപ്പുറത്ത് വന്നപ്പോൾ +5. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരണം? 1.
അതുകൊണ്ട് ഓരോ ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 6x/5 പ്ലസ് 3y/5 ഈക്വൽ ടു 1. റൈറ്റ് ഹാൻഡ് സൈഡ് 1. ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു. നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? x/a. പക്ഷേ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം ഇവിടെ അല്ലേ. മേളിൽ എന്താണ്? 6 കൂടെ വരാൻ പാടില്ല. അത് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെ എഴുതിയാൽ പോരെ? 5/6. സിംപ്ലിഫൈ ആക്ച്വലി 6 എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കുക എന്ന ആള് തന്നെയാണ്. അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. പ്ലസ് അതേപോലെ ഇവിടെ എന്തെഴുതാം? y/5/3. ആക്ച്വലി 3 മേളിൽ പോകുന്നതിന് തുല്യമല്ലേ? ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഈക്വൽ ടു 1 വിച്ച് ഈസ് ഇൻ ഇന്റർസെപ്റ്റ് ഫോം. Now, what is x-intercept? X-intercept in standard notation, small letter a, that is x/a. A എന്ന് പറഞ്ഞാൽ 5/6. What is y-intercept? That is small letter b, that is 5/3, which is the answer. Important question. Reduce the equation √3x plus y equal to 8 into normal form. Hence, find value of p and omega. തന്നിട്ടുള്ള ലൈൻ്റെ ഇക്വേഷനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നോർമൽ ഫോമിലേക്ക്. എന്നിട്ട് കമ്പയർ ചെയ്ത് പിയുടെയും ഒമേഗയുടെയും വാല്യൂ കാണുക. നമുക്കറിയാം എന്താണ് നോർമൽ ഫോം? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഈ ലൈനിനെ ട്രിഗണോമെട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അതാണ് നോർമൽ ഫോം. ഇത് ചെയ്യാൻ വേണ്ടി കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0, അതിലെ ജനറൽ ഫോം. ജനറൽ ഫോമിൽ കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു √3, ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് എന്താണ്? 1. നമ്മളൊരു നോർമലൈസേഷൻ എന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. വി ഹാവ് ടു ഫൈൻഡ് √a² പ്ലസ് b². എന്ത് കിട്ടും? √a², √3 3 പ്ലസ് 1 1 ഈക്വൽ ടു √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഈ കിട്ടുന്ന ടേം കൊണ്ട് ഗിവൺ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ എന്താണ്? 2. സോ ഇക്വേഷൻ നമ്പർ 1നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ് ടേമിന്. അപ്പൊ എന്ത് കിട്ടും പറഞ്ഞോ? √3/2x പ്ലസ് അടുത്തത് എന്താണ്? y/2. അതിന് ഞാൻ 1/2 ഇൻറ്റു y എന്ന് എഴുതുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8/2 ദാറ്റ് ഈസ് എന്താണ്? 4. കഴിഞ്ഞു. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ ബി എഴുതുക. എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ്. എന്നിട്ട് എന്ത് കാണുക? √a² പ്ലസ് b²ന്റെ വാല്യൂ കാണുക. ആ കിട്ടുന്ന വാല്യൂ കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. ഗിവൺ ഇക്വേഷനിലെ ഈച്ച് ടേമിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ എന്ന ഫോമിലായി. അപ്പോൾ കോസിന്റെ ടേമിലോട്ട് ഇവനെ കൺവെർട്ട് ചെയ്യണം. കോസ് എന്തിന്റെ വാല്യൂ ആണ്? √3/2. വി ഹാവ് കോസ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2. ഇത് കോസിലാണെങ്കിൽ ഇതെന്താക്കണം? സൈനിൽ അതേ ആംഗിൾ വരണം. നമുക്കറിയാം സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1/2. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം എക്സ് ഇൻറ്റു √3/2 ന്റെ പ്ലേസിൽ കോസ് 30 ഡിഗ്രി പ്ലസ് വൈ ഈ 1/2നെ സൈനിന്റെ ടേമിൽ. സൈൻ എന്തിന്റെ വാല്യൂ ആണ്? സൈൻ 30 ആണ് 1/2. സോ സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ. ഇപ്പോൾ ഇത് ഏത് ഫോമായി? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. Therefore P is എന്താണ്? 4 and omega is എന്താണ്? 30 degree. Next question, another important question. Find angle between the lines minus √3x plus y minus 5 equal to 0 and minus x plus √3y plus 6 equal to 0. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ കാണണം. ഇവിടെ 2 ആംഗിൾസ് ഉണ്ടാകും. ആ ആംഗിൾസ് ആണ് കാണേണ്ടത്. എങ്ങനെ കാണും? അതിനുവേണ്ടി ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോമിലാണെങ്കിൽ സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം. ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പിനെ ഞാൻ m1 എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു എന്താണ് ഫോർമുല? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ദാറ്റ് ഈസ് മൈനസ് √3 മൈനസും മൈനസും പ്ലസ് √3 ബൈ കോഎഫിഷ്യന്റ് ഓഫ് y ദാറ്റ് ഈസ് 1 ഈക്വൽ ടു എന്ത് കിട്ടി? √3. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ a എന്താണ്? മൈനസ് a/b മൈനസ് √3 അതാണ് പ്ലസ് √3 ബൈ b എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1. അങ്ങനെയും ചിന്തിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ ഈസ് ഡിനോട്ടഡ് ആസ് m2 ഈക്വൽ ടു മൈനസ് എന്താണ് ഫോർമുല? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y a/b എന്ന് പഠിച്ചു ഓർമ്മയുണ്ടല്ലോ. സോ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് -1 ആ മൈനസും ഈ മൈനസും കൂടെ +1 ബൈ
കോഎഫിഷ്യന്റ് ഓഫ് y, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് y എന്താണ്? √3 മൈനസ് എ ബൈ ബി എന്ന ഫോർമുല തന്നെയാണ്, പക്ഷെ പഠിക്കുന്നതിന് എളുപ്പം എന്താണ്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ, അതാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, സോ m1 കിട്ടി, m2 കിട്ടി, രണ്ട് ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഫോർമുല അറിയണം. ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2, which is the formula. Angle between two lines കാണുന്ന ഫോർമുല tan theta equal to m1 minus m2 by 1 plus m1 m2. Simplification, which is equal to modulus of m1 minus m2. m1 എന്താണ്? √3 minus m2, that is 1 by √3 divided by 1 plus m1 into m2, √3 into 1 by √3. √3 cancel ചെയ്ത് പോയി. tan theta equal to എന്ത് കിട്ടും പറഞ്ഞോ? മേളിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 into √3, that is 3 minus 1 by √3 എന്ന് വരും. ശരിയാണോ? എന്താണ്? √3 into √3 3 മൈനസ് ഇവിടെ ബൈ 1, 1 into 1 എന്താണ്? 1 by 1 into √3 ഡിവൈഡഡ് ബൈ ഇതും പോയി, പിന്നെ ഇവിടെ 1 അല്ലേ ഉള്ളൂ, 1 plus 1 2. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്, ഡിനോമിനേറ്ററിൽ തന്നെയാണ് അല്ലേ? ഡിവൈഡഡ് ബൈ താഴെയാണ്, 1 plus 1, അത് അതുപോലെ എഴുതി. which is equal to tan theta equal to മോഡുലസ് ഉണ്ട്, അത് മറന്നു പോകരുത്. മോഡുലസ് ഓഫ് 3 minus 1 എന്താണ്? 2 by 2 √3. 2 ക്യാൻസൽ ചെയ്ത് പോയി. tan theta equal to എന്ത് കിട്ടി? നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതായിരുന്നു, ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. എന്ത് കിട്ടി? 1 by √3. tan theta equal to 1 by √3. വീണ്ടും ട്രിഗണോമെട്രി. ഈ ട്രിഗണോമെട്രി നിങ്ങളെ പിടാതെ പിന്തുടരും. ഓക്കെ, ഒരിക്കലും നിങ്ങളെ കൈവിട്ട് പോകത്തില്ല, എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ട്രിഗണോമെട്രി പഠിക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, വിടൂ. tan theta equal to എന്തിന്റെ വാല്യൂ ആണ്? 1 by √3. tan 30 degree, that is therefore theta equal to 30 degree. So ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ഡിഗ്രി. ഒരു ആംഗിളേ ഉള്ളൂ, വേറൊരു ആംഗിൾ ഇവിടെ ഉണ്ട്. മറ്റൊരു ആംഗിൾ എന്താണ്? 180 മൈനസ് ഈ ആംഗിൾ കൊടുത്താൽ മതി അല്ലേ? ഇത് അക്യൂട്ട് ആംഗിൾ, മറ്റേത് ഒബ്റ്റ്യൂസ് ആംഗിൾ. 180 മൈനസ് 30, 180 മൈനസ് 30 എന്ത് കിട്ടും? 150, which is the angle between these two lines. Next question, find equation of the line parallel to the line 3x minus 4y plus 2 equal to 0 and passing through the point -2,3. നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈൻ കാണണം. നമുക്ക് കാണേണ്ട ലൈനിലുള്ള പോയിന്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് കാണേണ്ട ലൈനിലെ പോയിന്റ് അറിയാം. ഇനി എന്തുകൂടെ അറിഞ്ഞാൽ മതി? സ്ലോപ്പ് കൂടെ അറിഞ്ഞാൽ കാണേണ്ട ലൈൻ കിട്ടും. അപ്പോൾ കാണേണ്ട ലൈനും ഈ ലൈനും പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെയാണ് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ their slopes are equal. So slope of this line എന്ത് കിട്ടും? m equal to minus a by b, അല്ലെങ്കിൽ എളുപ്പവഴി ഞാൻ പറഞ്ഞു minus coefficient of x, that is 3, divided by coefficient of y, that is -4, that is equal to എന്ത് കിട്ടി? 3 by 4. ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെയാണ് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പും. സോ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ ഈസ് ഓൾസോ എന്ത് തന്നെയാണ്? m, that is also എന്ത് തന്നെയാണ്? 3 by 4. ദ പോയിന്റ് എന്താണ്? നമുക്ക് കാണേണ്ട ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് -2,3. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല പറയൂ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് പോയിന്റ് സ്ലോപ്പ് ഫോം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y മൈനസ് y1 എന്താണ്? 3 ഈക്വൽ ടു m, സ്ലോപ്പ് 3 by 4 ഇൻറ്റു എക്സ് മൈനസ് x1 -2, മൈനസ് എന്താവും? +2. ഈ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4y മൈനസ് 12 ഈക്വൽ ടു 3 അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്താൽ 3x + 6, എല്ലാം ഒരു സൈഡ് കൊണ്ടുപോകാം. +3x + 4y, അവിടെ വരുമ്പോൾ -4y, ഈ -12 അപ്പുറത്ത് വരും +12, 12 + 6 + 18 ഈക്വൽ ടു 0, which is the required line. Next question, another important question, higher secondary question. Find equation of a line perpendicular to the line x minus 2y plus 3 equal to 0 and passing through the point 1, -2. നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ നമുക്ക് കാണേണ്ട ലൈനിലുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലം പോലെ പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി എന്ത് കാണണം? നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി.
നേരത്തെ പാരലൽ ആയതുകൊണ്ട് ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെ ആയിരുന്നു നമുക്ക് കാണേണ്ട ലൈനും. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പാണ് നമുക്ക് കാണേണ്ടത്. അത് കാണാം, വളരെ ഈസിയാണ്. ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാം. സോ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ ഈക്വൽ ടു മൈനസ് coefficient of x, that is 1, divided by coefficient of y, coefficient of y minus 2, equal to എന്ത് കിട്ടി? 1/2. Very simple. Next, slope of the perpendicular line. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ കാണുന്ന ഫോർമുല, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1/m. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകണം. is equal to എന്ത് കിട്ടും? -1/1/2. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. സോ നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? -2. കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് ആണ് 1, therefore equation of the required line, equation of the required line, നമുക്ക് ആവശ്യമുള്ള ലൈനിന്റെ ഇക്വേഷൻ ഈസ് ഫോർമുല പോയിന്റ് സ്ലോപ്പ് ഫോം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് തന്നെയാണ്. y minus y1 equal to m into x minus x1. പെട്ടെന്ന് ചെയ്യാം. y minus y1 minus 2, മൈനസും മൈനസും പ്ലസ് 2 equal to m into സ്ലോപ്പ് എന്താണ്? -2 into x minus x1. x1 എന്താണ്? 1. y plus 2 equal to -2 അത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുക. -2x, മൈനസും മൈനസും പ്ലസ് 2 ഇപ്പുറത്ത് കൊണ്ടുവരിക. +2x, ഇവിടെ എന്തുണ്ട്? +y, +2 ഇപ്പുറത്ത് വരുമ്പോൾ -2, that is 0, equal to 0, which is the equation of the line. Next question, find equation of the right bisector of the line segment joining the points 3,4 and -1,2. എന്താണ്? ഒരു ലൈൻ സെഗ്മെന്റ്, അതിൻ്റെ ഇങ്ങേയറ്റത്തെയും അങ്ങേയറ്റത്തെയും പോയിന്റ് തന്നിട്ടുണ്ട്. ഞാൻ അത് എയും ബി ഒന്ന് കൊടുത്തു. നമുക്ക് എന്ത് കാണണം? ഈ ലൈൻ സെഗ്മെന്റിന്റെ റൈറ്റ് ബൈസെക്ടറിന്റെ ഇക്വേഷൻ കാണണം. എന്താണ് റൈറ്റ് ബൈസെക്ടർ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ? അല്ലേ, ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ദാറ്റ് ഈസ് കോൾഡ് റൈറ്റ് ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. ഈ പോയിന്റ് എന്തെന്ന് ഞാൻ പറഞ്ഞു? എ ബിയുടെ മിഡ് പോയിന്റ്. അതാദ്യം കാണുക. അതെന്തിരിക്കട്ടെ? പി എന്നിരിക്കട്ടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് മിഡ് പോയിന്റ് ഓഫ് എ ബി. മിഡ് പോയിന്റ് ഓഫ് എ ബി. വീണ്ടും പഴയ കാര്യം, രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ മിഡ് പോയിന്റ് അറിയത്തില്ലേ? ഇത് x1 y1, ഇത് x2 y2. മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല x1 + x2/2. x കോർഡിനേറ്റ് കൂട്ടുക. 3 + -1 എന്താണ്? 2/2, y1 + y2/2. y കോർഡിനേറ്റ് ആഡ് ചെയ്യുക. 4 + 2 6, 6/2, that is equal to 1,3 എന്ന് കിട്ടി. അതായത് ഈ പോയിന്റ് എന്താണ്? 1,3. നമുക്ക് കാണേണ്ടത് ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തുകൂടെ കണ്ടാൽ മതി? സ്ലോപ്പ്. അതിനുവേണ്ടി സ്ലോപ്പ് ഓഫ് എ ബി കാണുക. സ്ലോപ്പ് ഓഫ് എ ബി. വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഈക്വൽ ടു പറഞ്ഞോ അഗൈൻ y2 2 - 4, y2 - y1 2 - 4 divided by x2 - x1, x2 - 1 minus x1 എന്താണ്? 3, which is equal to 2 - 4, that is -2 divided by -1 - 3 -4, that is equal to എന്ത് കിട്ടും? മൈനസും മൈനസും ക്യാൻസൽ ചെയ്താൽ +1/2. ഇത് ആക്ച്വലി എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബി ആണ് കിട്ടിയത്. വി ഹാവ് ടു ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനും ആ ലൈനും പെർപെൻഡിക്കുലർ അല്ലേ? സോ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ, സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ, നമുക്ക് ആവശ്യമുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? -1/m, which is equal to -1/m. m എന്ന് പറഞ്ഞാൽ തൊട്ട് മേളിൽ പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ്, that is 1/2. ഈ 2 മേളിൽ പോകും. അപ്പൊ എന്ത് കിട്ടും? -2. പറഞ്ഞ കിട്ടിയായിരുന്നോ? സ്ലോപ്പ് ഓഫ് എ ബി എന്ത് കിട്ടി? 1/2. എങ്കിൽ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എന്ന് പറഞ്ഞാൽ -1 സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, -1/1/2, ദാറ്റ് ഈസ് -2. കഴിഞ്ഞില്ലേ? ഇപ്പൊ എന്ത് കിട്ടി? ഈ ലൈനിന്റെ സ്ലോപ്പ് -2 എന്ന് കിട്ടി. പോയിന്റ് അറിയാം. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ, അതല്ലേ നമുക്ക് വേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ ഈസ്
y minus y1 equal to m into x minus x1. y minus y1 എന്താണ് y1? 3. ഇതാണ് പോയിന്റ് കേട്ടോ. y minus 3 equal to m. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് -2 into x minus x1. എന്താണ് x1? 1. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. തീർച്ചയായും ചെയ്തു പഠിക്കൂ, എഴുതി പഠിക്കൂ, ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.